വലിയ പ്രഖ്യാപനങ്ങളില്ലാതെ നിർമ്മലാ സീതാരാമന്റെ ഇടക്കാല ബജറ്റ് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും അടിസ്ഥാന വികസന മേഖലയ്ക്ക് ഊന്നൽ നൽകിയും രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു. 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ നിർമ്മിക്കും. 1 കോടി വീടുകളിൽ 300 യൂണിറ്റ് സൗജന്യ സൗരോർജ്ജ പദ്ധതി, വന്ദേ ഭാരത് നിലവാരത്തിൽ 40,000 ബോഗികൾ, ചെറുകിട സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലെത്തിക്കും. മുന്നിലുള്ളത് വിപുലമായ സാധ്യതകളെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ജയം മോദി ഉറപ്പിച്ചു. ജോൺ ബ്രിട്ടാസ് MP, CP ജോൺ, TP ജയചന്ദ്രൻ BJP നേതാവ്. ആദ്യം ശ്രീ CP ജോൺ, നോക്കൂ, താങ്കൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഫിസ്ക്കലിൽ വലിയ നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ 5.8 എന്ന നിലയിൽ 5.1. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ സ്കീമുകളോ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പദ്ധതികളോ ഒന്നും വേണ്ട, അത് രാഷ്ട്രീയമായി ഒരുക്കിയിട്ടുണ്ട്. പകരം ഈ സർക്കാരിന് കോവിഡ് കാലഘട്ടത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പിന്നീടുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള അവസരമായി ഇടക്കാല ബജറ്റ് കാലയളവിന് പോലും സാധിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? ഞാനിന്ന് കാലത്ത് താങ്കളുടെ ചാനലിൽ പറഞ്ഞതുപോലെ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഫിസ്ക്കൽ പൊസിഷൻ വളരെ ഗ്രിമ്മാണ്. കാരണം ഇൻ്റർനാഷണൽ റേറ്റിംഗ് ഏജൻസികൾക്ക് 5.8% ഡെഫിസിറ്റ് വരിക, ധനക്കമ്മി വരിക, ഫിസ്ക്കൽ ഡെഫിസിറ്റ് വരിക എന്നുള്ളത് വളരെ ഹൈ ആണ്. അപ്പോൾ അത് 5.1% ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നടന്നത് 5.8 ആണ്, നിയർലി 6% ആണ്. എന്ന് പറയുന്നത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ബില്ല് പറഞ്ഞിട്ടുള്ള 3% ഏകദേശം ഇരട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇത്രയും വലിയ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റുള്ള ഒരു രാജ്യം പ്രഖ്യാപിച്ചാൽ ഉടനെ സെൻസെക്സ് മൂക്കുകുത്തും, റേറ്റിംഗ് ഏജൻസികൾ അവരെ പുറങ്കാല് കൊണ്ട് അടിക്കും. അപ്പോൾ അവർക്ക് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കാലത്തത് പറഞ്ഞതാണ്. പറ്റാത്ത സാഹചര്യത്തിൽ ജയിക്കണ്ടേ, ജയിക്കുന്നതിന് വേണ്ടി ഇത്രയും നാൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പഴയ ആ റെസിപ്പി എടുത്തിരിക്കുകയാണ് രാമജന്മഭൂമി. കുറച്ച് നാളായിട്ട് അവർ രാമജന്മഭൂമിയിൽ നിന്ന് ഒച്ചിരി വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും നമ്മുടെ 4 സംസ്ഥാനം 5 സംസ്ഥാനം നടന്നപ്പോൾ അവിടെ രാമക്ഷേത്രം ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇനി അതെടുക്കാതെ വയ്യ, ഒറ്റമൂലി എടുക്കാതെ വയ്യ എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവർ വരികയും പണി തീരാതെ തന്നെ ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. ഇനി അടുത്ത ക്ഷേത്രം അല്ലെങ്കിൽ അടുത്ത പള്ളിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിൽ ഒരു ഇമോഷണൽ ചാർജിങ് നോർത്ത് ഇന്ത്യയിൽ നടത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, ബജറ്റ് അവിടെ അവതരിപ്പിക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് BJPയുടെ സ്ട്രെങ്ത് അല്ല, ഇത് BJPയുടെ ഭരണത്തിൻ്റെ വീക്ക്നെസ്സാണ്. ഇത്തരത്തിലുള്ള ഒറ്റമൂലി പ്രയോഗത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഫിസ്ക്കലായിട്ട് അവർ ഫെയിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സോപ്സ് ഒന്ന് പ്രഖ്യാപിക്കാതിരുന്നതൊക്കെ ഞങ്ങളുടെ ഭയങ്കര കോൺഫിഡൻസ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ രാഷ്ട്രീയം അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളും ഗൗരവമായെടുത്ത ആൾക്കാരെ കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഫിസ്ക്കൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണ്. എനിക്ക് ജോൺ ബ്രിട്ടാസ് എല്ലാം ഉള്ളതുകൊണ്ടൊരു സംശയം ചോദിക്കാനുള്ളത്, ഒരിടത്ത് ഞാൻ വായിക്കുന്നുണ്ട് 11,000 അങ്ങനെ ഒരു വലിയൊരു നമ്പർ, കോടി, 11,000 കോടി രൂപയുടെ കുറേ ഒന്നുകൾ ചേർത്ത് എഴുതിയിട്ടുള്ള ഒരു കോടി, അത്രയും കോടി പിന്നെ ഫിസ്ക്കൽ ഇതിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 61ാമത്തെ ഖണ്ഡികയിൽ ഒരു പറയുന്നുണ്ട് 11,111 crore. നമ്മളേതോ ഈ ചെറിയ സമ്മാനത്തുകയൊക്കെ പറയുന്നത് പോലെ 11,000 11,000 നമുക്ക് വിചാരിച്ചാൽ മതി. അത്രയും വലിയ 11,000 crores അല്ലെങ്കിൽ 11.1111 lakh crore ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഈ ബജറ്റ് നമ്പേഴ്സുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. കാരണം ബജറ്റ് സൈസ് 47.66 ലക്ഷം കോടിയാണ്. ആ 66 ലക്ഷം കോടിയിൽ
അവരെല്ലാറ്റിനും അവരുടെ പിന്നെ ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്കീം എക്സ്പെൻഡിച്ചർ തന്നെ 19.96 ലക്ഷം കോടിയാണ്. അപ്പോൾ ഈ പാനലിൽ ഏതെങ്കിലും BJPയുടെ ആളുകളുണ്ടാവുമല്ലോ, അവരോട് ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ 61 ഖണ്ഡികയിലെ കാര്യങ്ങൾ ഈ 47.6 ലക്ഷം കോടിയുടെ ഈ ബജറ്റിൽ എങ്ങനെയാണത് ഫിറ്റ് ഇൻ ചെയ്യുന്നത് എന്നവരൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അതർവൈസ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻഡിച്ചർ റെയിൽവേയിലും റോഡിലും വളരെ ഹൈ ആണ്. അതും അവരൊരു ട്രംപ് കാർഡ് തന്നെയാണ്. അപ്പോൾ അത് ചെയ്താൽ മതി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നിർമ്മല സീതാരാമൻ വളരെ രസകരമായിട്ടുള്ളൊരു പ്രയോഗം ആ ചാപ്റ്ററിൽ നടത്തിയിട്ടുണ്ട്. ബിൽഡിംഗ് ഓൺ മാസീവ് ട്രിപ്ലിംഗ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ outline the past 4 years, resulting in huge multiplier impact on economic growth and employment creation. The outlay for the next year is being increased by 11.1% to 11,111 crore. 3, 2, 5, 2, 7 ഒന്ന് ഒരുമിച്ചിടണം. അപ്പോൾ ആ തരത്തിൽ ഒരു വലിയ ഇത് എങ്ങനെയാണ് ഇതിൽ ഫിറ്റ് ഇൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എങ്കിലും അതൊരു മേജറായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവരിപ്പോൾ വളരെ താഴെ തട്ടുള്ള ആളുകളെ ഇത് ടച്ച് ചെയ്യാൻ വേണ്ടി അംഗൻവാടിക്കാരെയും അതേപോലെ തന്നെ ആശാ വർക്കർമാർക്കും അവർക്കൊരു ലൈഫ് എന്താ പറയുക, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുക. വെൽ ആൻഡ് ഗുഡ്, നല്ല കാര്യം. അതുപോലെ ബോഗികൾ 40,000 ബോഗികളൊക്കെ നന്നാക്കും. ഒരു ദിവസം കൊണ്ടല്ല, കോഴ്സ് ഓഫ് ടൈം അവർ നന്നാക്കുമെന്ന് പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബജറ്റ് വളരെ രോഗാതുരമായ ഒരു ധനസ്ഥിതിയുടെ ECG ആണ്. ആ ECG മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞത് കൂട്ടി എന്ന് പറഞ്ഞത് ശരിയല്ല. നമ്മുടെ അതേ നിലയിൽ തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ കുറച്ച് ബാക്കിലേക്ക് വായിക്കൂ. എൻ്റെ എല്ലാ ഡീറ്റെയിൽ റിപ്പോർട്ടുകളുണ്ട്. കോർ ഓഫ് ദ കോറിൽ എത്രയായിരുന്നു? 90,000 കോടിയാണ് ഉണ്ടായിരുന്നത്. 90,000 കോടിയിൽ നിന്ന് കുറഞ്ഞ് 60,000 കോടിയിലേക്ക് താഴ്ത്തുകയും അതിൻ്റെ എസ്റ്റിമേറ്റിൽ അത് 86 ആവുകയും 86 നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൃത്യമായിട്ടുള്ള കണക്കാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഫസ്റ്റ് ഇതാണല്ലോ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം നമ്പർ 1, കോർ ഓഫ് ദ കോർ. 90,800 കോടി ആക്ച്വൽ എക്സ്പെൻഡിച്ചറാണ് 22-23. 23-24 അത് 60,000 എസ്റ്റിമേറ്റ്. പക്ഷേ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ 86,000 ഉയർന്നു. ഇപ്പോഴത്തെ പുതിയ എസ്റ്റിമേറ്റിൽ 86,000 വെച്ചിട്ടുള്ളത്. പക്ഷേ 90,806 എന്ന് പറയുന്ന 3 വർഷം മുമ്പുള്ള റിയൽ ആക്ച്വൽസിലേക്ക് ഈ വർഷത്തെ എസ്റ്റിമേറ്റ് വന്നിട്ടില്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ കണക്കെടുത്ത് നോക്കുക, ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അംബ്രല്ല പ്രോഗ്രാം ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് 4,241 എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 2023-24 നടപ്പ് വർഷം എത്ര എസ്റ്റിമേറ്റ് ചെയ്തത്? 4,295. അപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ എസ്റ്റിമേറ്റിനേക്കാൾ ഈ വർഷത്തെ എസ്റ്റിമേറ്റ് കുറവാണ് എന്ന് മാത്രമല്ല, ഈ വർഷം നടപ്പായത് 3,286 കോടി മാത്രമാണ്. 22-23 3,825. അപ്പോൾ 22-23 പട്ടികവർഗക്കാർക്ക് വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ 600 കോടി കുറച്ചാണ് കറണ്ട് ഇയറിൽ ചെലവഴിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ നോക്കുകയാണെങ്കിൽ 5,158 22-23 ചെലവഴിച്ചത്. എസ്റ്റിമേറ്റ് നന്നായി വെച്ചു, 9,409 വെച്ചു. എത്രയാണ് ചെലവഴിച്ചത്? 6,780 കോടിയെ ചെലവഴിച്ചത്. എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റിൻ്റെ ഏതാണ്ട് 30% ചെലവഴിച്ചില്ല. ഇനി എത്രയാണ് വെച്ചിട്ടുള്ളത്? 9,560. ഏതാണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും പാവപ്പെട്ട ഞാൻ 3 കാര്യങ്ങളാണ് വായിച്ചത്. ഒന്ന് NREGS, അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇത്തരം കാര്യങ്ങളിൽ ഈ ബജറ്റ് പേപ്പറിൽ തന്നെ വേറെ പഠനങ്ങളും കാര്യങ്ങളൊന്നുമല്ല, അതിൻ്റെ കൃത്യമായ ഔട്ട്ലേ ഫോർ മേജർ സ്കീംസ് എന്ന അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പേജാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് വളരെ ബ്രൈറ്റായിട്ടുള്ള സ്ഥിതിയല്ല. ഒറ്റ വാചകത്തിൽ നിർത്താം. എല്ലാം ഭദ്രമായി ധരിക്കണ്ട. എല്ലാം ഭദ്രമായി തോന്നുമ്പോഴാണ് തോൽക്കുക. ഇന്ദിരാഗാന്ധി എല്ലാം ഭദ്രമായി എന്നാണ് വിചാരിച്ചത് 77-ൽ. ഇപ്പം എല്ലാം ഭദ്രമായി എന്നാണ് മോഡി വിചാരിക്കുന്നത്.
എല്ലാം ഭദ്രമായി എന്ന് വിചാരിച്ചവർ പരാജയപ്പെട്ട ചരിത്രം ഇന്ത്യയിലുണ്ട്. ശരി, ദയവായി തുടരുക, അതുകൊണ്ട് ശ്രീ ജോൺ. ഈ രോഗാതുരമായ ധനസ്ഥിതിയിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജോൺ ബ്രിട്ടാസ്, നോക്കൂ, നമ്മുടെ കയ്യിൽ ആകെ 47 ലക്ഷം കോടിയാണുള്ളത്. അതിൽ 17 ലക്ഷം കോടിയും കടമാണ്. ഈ 47 ലക്ഷത്തിൽ തന്നെ 12 ലക്ഷത്തോളം കോടി രൂപ നമ്മൾ പലിശ ഇനത്തിൽ കൊടുക്കണം എന്നുള്ളതാണ്. ഈ സ്ഥിതിവിശേഷത്തിലാണ് നമുക്ക് 5.8 എന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്ന് 5.1 എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ റേറ്റിംഗ് ഏജൻസികൾ കുറച്ചെങ്കിലും ഒരു അനുഭാവം ഈ രാജ്യത്തോട് കാണിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം വലിയ ഗവേഷണങ്ങളൊന്നും നടത്തേണ്ടതില്ല. പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളോ അല്ലെങ്കിൽ വെൽഫെയർ സ്കീമുകളോ ഒന്നും വേണ്ടതില്ല. അത് രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യത്തിലെത്തും, അതുപോലെ തന്നെ പള്ളികൾ പുതുതായി ഏറ്റെടുക്കുന്ന കാര്യത്തിലുമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നു വരികിലും അത്രയധികം ഒരു ആത്മവിശ്വാസം ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അത് പ്രതിപക്ഷം കരുതലോടുകൂടി നേരിടേണ്ടതല്ലേ? തീർച്ചയായിട്ടും നികേഷ്, അതായത് ഈ ഫിസ്ക്കൽ ഫിഗേഴ്സ് പറയാനുള്ളൊരു വൈദഗ്ധ്യമുള്ള ആളാണല്ലോ CP ജോൺ. അദ്ദേഹം അത് പരാമർശിച്ചതിക്ക് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ധനക്കമ്മിയെക്കുറിച്ച്, സംസ്ഥാനങ്ങളുടെ ധനക്കമ്മിയെക്കുറിച്ച് വാചാലമായി കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ധനക്കമ്മി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഫിഗേഴ്സൊക്കെ ഇപ്പോൾ ജോൺ തന്നെ പരാമർശിച്ചു. ഞാൻ അതിലേക്ക് അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇടക്കാല ബജറ്റിന് മാക്രോ ഒരുപക്ഷെ ദേശീയ അടിസ്ഥാനത്തിലുള്ള പ്രാധാന്യം, അതുപോലെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പ്രാധാന്യം, ഈ രണ്ടും കൂടി പരിശോധിക്കുമ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉദ്ഘോഷം എന്നതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പദ്ഘടനയെ സ്പർശിക്കാനോ പരിഗണിക്കാനോ ഉതകുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശവും ഇടക്കാല ബജറ്റിലുണ്ടായില്ല. ഞാൻ ഒരുപാട് ഇടക്കാല ബജറ്റുകൾ കണ്ടിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഇടക്കാല ബജറ്റുകളിലൊക്കെ നയപരമായിട്ടുള്ള പല തീരുമാനങ്ങളും ഉണ്ടായിരുന്നു, നടപടികളുണ്ടായിരുന്നു. ഇടക്കാല ബജറ്റിന് പ്രത്യേകിച്ച് ഒരു പരിധിയോ പരിമിതിയോ ഇല്ല. ധനമന്ത്രിക്ക് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയ്ക്ക് അതിന് ഏത് തീരുമാനം കൈക്കൊള്ളാനുമുള്ള അധികാരമുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ വായിച്ചത്. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, മുൻകാല വർഷങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കേണ്ടത്. തൻ്റെ കഴിഞ്ഞ ബജറ്റ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായത്, പ്രായോഗികമായത്, അതിന് പകരം നിർമ്മലാ സീതാരാമൻ്റെ 1 മണിക്കൂറിൽ അല്പം താഴെ നിൽക്കുന്ന പ്രസംഗത്തിലുടനീളം UPA സർക്കാരിനെ, 2014 വരെയുള്ള സർക്കാരിനെയും 2014 ശേഷമുള്ള സർക്കാരിനെയും ഇങ്ങനെ 10 വർഷത്തെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റ് സ്പീച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല ഒരു ധവളപത്രം കൂടി ഇറക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ധവളപത്രം ഇറക്കട്ടെ. എന്നാൽ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന GDP ഗ്രോത്ത് ആണ്. ജോൺ ബ്രിട്ടാസ്, ഈ 10 വർഷത്തെ കാര്യം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് സാമ്പത്തികാവലോകന റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. 10 വർഷത്തെ സാമ്പത്തികമായി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇതിനകം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ഹാട്രിക് സർക്കാരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. നികേഷേ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ഒരു ഈ മൈക്രോ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ മലയാളികൾ എന്ന നിലയിൽ കേരളം എന്താണ് പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്, നമുക്ക് കിട്ടിയതും കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. ഞാനിപ്പോഴാണ് ഈ പറഞ്ഞ റെയിൽവേ ബജറ്റിലെ പിങ്ക് ബുക്ക് പരിശോധിച്ചത്. ആ പിങ്ക് ബുക്ക് പരിശോധിച്ചപ്പോൾ പുതിയ പാതകളുടെ കാര്യത്തിൽ, ഞാൻ സദേൺ റെയിൽവേൻ്റെ ഫിഗേഴ്സ് പരിശോധിച്ചപ്പോൾ പുതിയ പാതകളുടെ കാര്യത്തിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് 0.27% എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട 3%, 4% അർഹതയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.27%. അതും പ്രായോഗികമാകില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ശബരിപാതയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ലാപ്സായ 100 കോടി റേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഡബിളിങ്ങിൻ്റെ കാര്യത്തിലാണ് ഒരു മെച്ചപ്പെട്ട ഫിഗറുള്ളത്. ഈ റെയിൽവേ മന്ത്രി പറഞ്ഞ കണക്ക് എവിടെയാണെന്ന് ഞാൻ തലകുത്തി നോക്കി അദ്ദേഹം ഒരുപാട് പ്രസ്താവന നടത്തുന്നുണ്ട്. നികേഷേ, നിങ്ങൾ നോക്കുക, ഡബിളിങ്ങിന് വേണ്ടി സദേൺ റെയിൽവേയുടെ ഷെയർ 32.75, അതിൽ കേരളത്തിൻ്റെ ഷെയർ നോക്കുക 2.42 ആണ് നാഷണൽ അലോക്കേഷൻ്റെ ഷെയർ. പക്ഷേങ്കിൽ അതിൻ്റെ ഗുണം കേരളത്തിന് കിട്ടുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ, അത് തിരുവനന്തപുരം കന്യാകുമാരി പാതയ്ക്കാണ് അതിൻ്റെ ഗണ്യമായ സംഖ്യ പോകുന്നത്.
ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് ബജറ്റിൽ പ്രഖ്യാപിച്ച നേമൻ ടെർമിനലിൽ പോലും ഇവിടെ പണം നൽകിയിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എത്രമാത്രം ഈ സിൽവർ ലൈൻ വന്ന സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച ഒരു സംഭവമുണ്ട്. എന്നറിയോ? ഷൊർണൂർ എറണാകുളം 3-ാം പാത. എന്തായിരുന്നു പ്രചരണം! ഷൊർണൂർ എറണാകുളം 3-ാം പാതയുടെ ചെലവ് എന്ന് പറയുന്നത് 1518 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം 25 ലക്ഷം രൂപ നീക്കിവെച്ചു. ഈ വർഷം ബജറ്റിൽ കാണുന്ന 5 കോടിയാണ്. ഈ കണക്കിൽ പോയാൽ നമ്മളും നമ്മുടെ സന്തതി പരമ്പരകളും മരിച്ച ശേഷം മാത്രമാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാകുക. കേരളത്തിൻ്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമാണ് ഇതെന്ന് പറഞ്ഞ് മാധ്യമങ്ങളും BJP നേതാക്കളും ഉദ്ഘോഷിച്ച ഒരു പദ്ധതിയുടെ സ്ഥിതിയാണ്. ഞാൻ പേഴ്സണലായിട്ട് ചേസ് ചെയ്തൊരു പദ്ധതിയാണ് നേമൻ ടെർമിനൽ. 2019 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പീയൂഷ് ഗോയലിനെ കൊണ്ട് തറക്കല്ലിടിപ്പിച്ച ശേഷം ഇവർ സ്തംഭിപ്പിച്ച പദ്ധതി 117 കോടി രൂപയുടെ പദ്ധതി മാത്രമാണ്. അതെവിടെയും കണ്ടോ? ഇനി നിങ്ങൾ ഈ കെ റെയിൽ പർസ്യൂ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നാണ് റെയിൽവേ മന്ത്രി പറയുന്നത്. ആ നിലയിലൊരു ഫീഡ്ബാക്ക് എങ്ങനെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ലഭിച്ചു? 2844 റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിന് അനുവദിച്ചത് എന്ന് പറഞ്ഞ മന്ത്രിയാണ് പറയുന്നത് കെ റെയിൽ പർസ്യൂ ചെയ്യുമെന്ന് കരുതുന്നില്ല. യഥാർത്ഥത്തിൽ റെയിൽവേ മന്ത്രിക്ക് തന്നെ ആ ബജറ്റിൽ എന്താണെന്നുള്ള കാര്യം വ്യക്തമല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാരണം? ഞാൻ ഈ പിങ്ക് ബുക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ വേറെ ഏതെങ്കിലും കണക്കല്ല. അദ്ദേഹം ഏത് കണക്കാണ് പറയുന്നത്? ഏതെങ്കിലും തമിഴ്നാട്ടിലെ ഏതെങ്കിലും സ്റ്റേഷനിലോ മറ്റുള്ളവരൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള കണക്കാണോ കേരളത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത്? ഈ രീതിയിൽ പോകുവാണെങ്കിൽ കേരളത്തിൽ ഒരു വികസനം ഉണ്ടാവില്ല. ഇനി പൊതുവായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ 22 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ പ്രഖ്യാപിച്ചു. ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയായ ഒരു സംസ്ഥാനമല്ലേ കേരളം? എത്ര കാലമായിട്ട് കേരളം ആവശ്യപ്പെടുന്നതാണ്. AMS പ്രഖ്യാപിച്ചില്ല. പിന്നെ ഞാൻ വീണ്ടും വിചാരിച്ചു CP ജോണെ, അതായത് ഇവർ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ PC ജോർജിനെയൊക്കെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു റബ്ബറിനെങ്കിലും ഒരു ഇറക്കുമതി തീരുവയിൽ ഒരു അല്പം മാറ്റം വരുത്തുമെന്ന്. അതുപോലും വരുത്തിയിട്ടില്ല. കേരളത്തിൻ്റെ ഒരാവശ്യവും ഇവർ അംഗീകരിച്ചിട്ടില്ല. ഇനി CP ജോണ് ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് എന്നുള്ളൊരു സ്കീം ആശാ വർക്കർക്കും അംഗനവാടിക്കും കൂടെ വ്യാപിപ്പിച്ചു. അത് ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. അത് കോസ്മെറ്റിക്കാണ്. അവരുടെ അലവൻസുകളിൽ എന്തെങ്കിലും ഒരു വർധനവ് വരുത്തിയിരുന്നെങ്കിൽ അത് സ്വാഗതാർഹമാകുമായിരുന്നു. അല്ലാതെ ഈ പറഞ്ഞ ആയുഷ്മാൻ ഭാരത് എന്നുള്ളൊരു ഇൻഷുറൻസ് സ്കീം അവർക്ക് കൊണ്ടുവന്നു എന്നുള്ളത് വലിയൊരു മികച്ച കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നികേഷ് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിച്ചൊരു കാര്യം ഈ പറഞ്ഞ വീടുകൾ നിർമ്മിച്ച് നൽകിയെന്നാണ്. ഞാനൊരു കണക്ക് പറയാം. അതായത് 2023-24 ഇവർ ബജറ്റിൽ വകകൊള്ളിച്ച തുക 79,590 കോടി രൂപയാണ്. ഇവർ ചെലവഴിച്ച എത്രയെന്നറിയോ? ബജറ്റ് റിവൈസ്ഡ് ബജറ്റിൽ 54,103 കോടി രൂപ മാത്രം. 25,000 കോടിയുടെ കുറവാണ് ഈ പാവങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി ഇവർ നീക്കിവെച്ചു എന്ന് പറഞ്ഞ തുകയിൽ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അംബ്രല്ല സ്കീമുകളെ കുറിച്ച് പറഞ്ഞു. SC, ST, അതുപോലെ മറ്റ് ദുർബല വിഭാഗങ്ങൾ, മൈനോറിറ്റീസ്, അത് CP ജോൺ അതിൻ്റെ കണക്കുകൾ പറഞ്ഞു. വകയിരുത്തിയ തുക പോലും അവർ യഥാർത്ഥത്തിൽ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മൻരേഗയെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ വർഷം ചെലവഴിച്ച തുക മാത്രമാണ് ഇപ്പം ഇവർ വകകൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ബജറ്റ് ഫിഗേഴ്സിന് ഒരു സാങ്ക്ടിറ്റി ഉണ്ടാകാത്തതിന്റെ കാരണം എന്താ അറിയോ? ഞാൻ ഈ ഫിഗേഴ്സ് മുഴുവൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. TP ജയേന്ദ്രൻ മാസ്റ്റർ നോക്കൂ, ജനങ്ങൾക്ക് ഒരു ആസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് സർക്കാർ ഇനി തിരിച്ചു വരുമെന്ന് സ്വാഭാവികമായും ഓരോ സർക്കാരും ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച ഒരു മാർഗദർശിത്വം അത് ആ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള 2019 ഇടക്കാല ബജറ്റ് നോക്കിയാൽ അതുണ്ടായിട്ടുണ്ട്. 2024 അത് കാണുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന വെൽഫെയർ സ്കീം ആളുകളുടെ ഇപ്പോൾ ഒരു 500 രൂപ പെൻഷനുള്ള ആൾക്ക് 600 രൂപയാക്കുമോ, അല്ലെങ്കിൽ ഈ PM കിസാൻ യോജന 6,000-ൽ നിന്ന് 7,000 ആക്കുമോ?
തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവും, ആദായ നികുതി പരിധിയുടെ സ്റ്റേജ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണല്ലോ നമ്മൾ വ്യത്യസ്ത തലങ്ങളിലുള്ളവർ ബജറ്റിനെ പ്രധാനമായും വളരെ ആകാംക്ഷയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും നോക്കുന്നു. ഇവിടെ ഒന്നും തൊടാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇനി ഞങ്ങൾ ജയിക്കും. അതിന് 3 കാരണങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. 1 പ്രാണപ്രതിഷ്ഠ, 2 3 സംസ്ഥാനങ്ങളിലെ വിജയം, 4 നിതീഷ് കുമാറിനെ കൊണ്ടുവന്നതിലൂടെ വലിയ നിലയിൽ പ്രതിപക്ഷത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി അവർക്ക് ഒറ്റക്കെട്ടായി പോകാനാകില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അധികാര തുടർച്ച ഉറപ്പാക്കുന്ന സർക്കാർ ഇനി ഈ സോക്കോൾഡ് സാമ്പത്തിക വളർച്ചയുടെ പേരിൽ കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്ന രീതിയിലായിരിക്കും അടുത്ത 5 വർഷം പോവുക എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയല്ലേ ഈ ഇടക്കാല ബജറ്റിൽ നമുക്ക് കിട്ടുന്നത് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ? നികേഷേ, പ്രതീക്ഷകളും വീക്ഷണങ്ങളും വിലയിരുത്തലും അവലോകനങ്ങളുമൊക്കെ ഓരോരുത്തരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടായിരിക്കും. ഇന്ന് കാലത്ത് മുതൽ മലയാളത്തിലും ദേശീയ ചാനലിലുമൊക്കെ ചില മലയാളത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ താങ്കൾ ഈ പറയുന്ന പോലെ പറയുന്ന ചാനലുകൾ കേരളത്തിലുണ്ട്. ആ ചർച്ചയ്ക്ക് വന്ന സാമ്പത്തികമായിട്ട് ഞാൻ ആ കാര്യത്തിൽ വലിയ അറിവുള്ള ആളൊന്നുമല്ല സാമ്പത്തിക രംഗത്തെ വിലയിരുത്താൻ. പക്ഷേ അതുമായി അത്യാവശ്യം വിവരവും വിജ്ഞാനവും ഒക്കെ ഉള്ള ആളുകൾ, അതിൽ ബിരുദമൊക്കെ ഉള്ള ആളുകൾ പറയുന്നത് നികേഷിൻ്റെ വിലയിരുത്തൽ പോലെയല്ല എന്നുള്ളത് ഞാൻ പറയും. മാത്രമല്ല, കഴിഞ്ഞ 9 കൊല്ലം നരേന്ദ്രമോദി സർക്കാർ, ആ സർക്കാരിന് വേണ്ടി ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും നമ്മളിവിടെ സെറ്റ് ചെയ്തിരുന്ന ഇന്ന് വന്ന് പറഞ്ഞ 2 ആളുകൾ പോലെ തന്നെയായിരുന്നു കാലകാലം. ഇതൊക്കെ ഭാരതം നശിച്ചു കഴിഞ്ഞു, ഇവിടെ കോർപ്പറേറ്റുകൾ ശക്തിപ്പെടാൻ പോവുകയാണ്, ഇവിടുത്തെ പാവപ്പെട്ടവൻ കൂടുതൽ ദരിദ്രനാവാൻ പോവുകയാണ്, ഇവിടെ പണക്കാർക്ക് വേണ്ടി മാത്രമായിരിക്കും ആനുകൂല്യങ്ങൾ ഉണ്ടാവുക, ഇതാ കേരളം നശിച്ചു പോകും, ഭാരതം നശിച്ചു പോവുകയാണ് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളും ആക്രോശങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വസ്തുതകൾ ഞാൻ പറയുമ്പോഴെല്ലാം ഞങ്ങളുടേത് ശരിയാണെന്നും മറ്റുള്ളവർ പറയുമ്പോൾ മറ്റുള്ളവരുടെ ഒക്കെ തെറ്റ് എന്ന രൂപത്തിലും ആവാവുന്നതിലും രാഷ്ട്രീയപരമായ വീക്ഷണത്തിൽ വ്യത്യാസമാവാം. പക്ഷേ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ചില വിലയിരുത്തലുകളും ചില ഭാരതത്തിനകത്തുള്ള ഏജൻസികളുടെയും ഭാരതത്തിൻ്റെ പുറത്തുള്ള ഏജൻസികളുടെയും ചില വിലയിരുത്തലുകളും നമ്മുടെ മുമ്പിൽ ഇല്ലേ? അത്തരം വിലയിരുത്തലുകളാണ് രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 1, ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ടോ തകരുന്നുണ്ടോ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ UN-ൻ്റെ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ, ADB-യുടെ ഏജൻസികൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ല എന്നൊന്നും പറയണ്ട. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സാമ്പത്തിക അവലോകനത്തിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര രംഗത്തുള്ള വളർച്ചാ നിരക്ക് എത്രയാണ്, ഭാരതത്തിൻ്റെ വളർച്ചാ നിരക്ക് എത്രയാണ്? സ്വാഭാവികമായിട്ടും ഒരു BJP-യുടെ ഗവൺമെൻറ് എന്ന നിലയ്ക്ക് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ NDA ഗവൺമെൻറ്, UPA ഗവൺമെൻറ് കാലത്തൊന്നും നമുക്ക് എങ്ങോട്ട് മുന്നോട്ട് പോയോ? ഇതൊക്കെയല്ലേ ഒരു താരതമ്യം എന്ന് പറയുന്നത്. നോക്കൂ, ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഗ്രോത്ത് റേറ്റ് 3.1 ആണ്. UN പറയുന്നു ഭാരതത്തിൻ്റെത് 7.1 ആണ്. 2 പാദങ്ങളിൽ അതായിരുന്നു. മറ്റ് പല വികസ്വര രാജ്യങ്ങളുടെയും റേറ്റുമായി താരതമ്യം, ഈ അക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിജ്ഞാനമൊന്നുള്ള ആളല്ല ഞാൻ. പക്ഷേ ഒരു കമ്പാരിസണിൽ വരുമ്പോൾ ആ വസ്തുതകളെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുമോ? രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നോക്കൂ, ദാരിദ്ര്യരേഖയുടെ 25 കോടി കടന്നു എന്നൊരു കണക്ക് മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് UN പുറത്തുവിട്ട കണക്കുണ്ട്, നീതി ആയോഗിൻ്റെ കണക്കുണ്ട്, മറ്റു ചില കണക്കുകൾ ഇന്ത്യയുടെ സ്ഥാനം വേറെ അപകടമാണ് എന്ന് പറയുന്ന ഒരു കണക്കുമുണ്ട്. കയറ്റുമതി $450 ബില്യൺ നിന്നും $775 ബില്യൺ ഉയർന്നു എന്നൊരു വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. വിദേശ നിക്ഷേപം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കണക്കുകൾ വെച്ച് വിദേശ നാണയത്തിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് പുറത്തുവിട്ട കണക്ക് പ്രകാരം അത് ഡബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു വളരെ വ്യക്തമായ സത്യമാണ്. ഖാദി ഗ്രാമ വ്യവസായം പോലുള്ള ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ തിരിഞ്ഞു നോക്കാതിരുന്ന, നശിച്ചുകൊണ്ടിരുന്ന ആ മേഖലയുടെ വിൽപ്പന 4 മടങ്ങായി വർദ്ധിച്ചു എന്നുള്ള കണക്കുകളുടെ മുമ്പിൽ ഉണ്ട്. ഈ പണ്ട് നമുക്കറിയാമല്ലോ, നമ്മൾ UPI ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഞാൻ തർക്കിച്ചിരുന്ന വലിയ ധനകാര്യമന്ത്രി ഇതൊക്കെ തനിയെ വിഡ്ഢിത്തരമാണ്, അരമ്പാണ് എന്ന് പറഞ്ഞതിൻ്റെ സോഷ്യൽ മീഡിയ വൈറലാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം, ലോക സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ 46% ഇന്ത്യയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ മാസത്തെ കണക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് വഴി കുറേ ആളുകൾക്കെങ്കിലും ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പണ്ട് കാലത്ത് അതില്ലായിരുന്നു. മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ വലിയ കുതിപ്പുണ്ടായിട്ടുണ്ട്. 390-ൽ നിന്നും പുതുതായി 315 വെച്ച് അത് 700 ചില്ലാണ് എത്തിയിരിക്കുന്നു. എയിംസുകളുടെ എണ്ണം കേരളത്തിന് കിട്ടിയോ ഇല്ലല്ലോ എന്നുള്ളതല്ല, ഇന്ത്യ രാജ്യത്ത് 7-ൽ നിന്നും അതിൻ്റെ എണ്ണം 16 കൂടി വർദ്ധിച്ചിരിക്കുന്നു. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നഴ്സിംഗ് കോളേജുകളിലും അവിടെ പഠിച്ചിരുന്ന കുട്ടികളുടെയും MBA സീറ്റുകളുടെയും എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിൽ നിന്നും തെക്കുനിന്നും വടക്കോട്ട് പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കണക്കുകളല്ലല്ലോ നമ്മുടെ മുമ്പിൽ, അനുഭവവേദ്യമായ ചില വസ്തുതകളാണല്ലോ.
3.75 ലക്ഷം കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ ഉണ്ടായി എന്നുള്ളത് സർക്കാരിൻ്റെ കണ്ടെത്തലല്ല, അതൊരു യാഥാർത്ഥ്യമല്ലേ? നാഷണൽ ഹൈവേകൾ 90,000 കിലോമീറ്ററിൽ നിന്നും 10 കൊല്ലം കൊണ്ട് 60 കൊല്ലം കൊണ്ട് 90,000 എത്തുമ്പോൾ 1,46,000 എത്തി എന്നുള്ള കണക്കുകൾ ചില്ലറയും വർധനവൊന്നും അല്ലല്ലോ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ബജറ്റ് വരുമ്പോൾ പ്രതിപക്ഷം ഇതാ ഭാരതം തകരുകയാണ്, കോർപ്പറേറ്റുകൾ വളരുകയാണ്. മാത്രമല്ല ഈ രാജ്യത്ത് ഞാൻ ചോദിക്കട്ടെ, 80 കോടി ഭാരതീയർ ഒരു ഉറുപ്പിക കൊടുക്കാതെ ഭക്ഷ്യധാന്യം കഴിച്ചത് കോർപ്പറേറ്റുകളുടെ 80 കോടി ഭാരതീയർ ഒരു കുടിവെള്ളം പോലും ഇല്ലാത്ത കൊടുക്കാതെ വീടുകളിലേക്ക് ഗ്യാസ് പൈപ്പ് ഭക്ഷ്യധാന്യം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സൂചന എന്താണ്? ശ്രീ ടി പി ജയേന്ദ്രൻ, താങ്കൾ നേരത്തെ പറഞ്ഞതുമായിട്ട് അത് ചേർന്നു പോകുന്നില്ല. 25 കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് അകറ്റിയെന്നും പറയുക, എന്നിട്ട് 80 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം സൗജന്യമായി കൊടുക്കേണ്ടിയും വരിക. എന്തുകൊണ്ടാണത്? പറയാം 60 കൊല്ലം കൊണ്ടാണ് 80 കോടിയോളം ആളുകൾക്ക് ഭക്ഷ്യധാന്യം കൊടുത്ത് ഇന്ത്യ രാജ്യം വളർത്തേണ്ടി വന്നത്. ജോൺ എന്തോ പറഞ്ഞു. അല്ല, ഒന്ന് ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല, ജോൺ നേരത്തെ തന്നെ താങ്കളോട് ഒരു ചോദ്യമായി ഒരു വിഷയം ഉയർത്തിയിരുന്നു. നമ്മൾ ഈ പറയുന്ന പ്രസ് റിലീസിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. സി ടി പി ജയേന്ദ്രൻ പറഞ്ഞോളൂ. സി പി ജോൺ. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അദ്ദേഹം ഏതാ ചോദിച്ചതെന്ന് പറഞ്ഞ് ഞാൻ പറയാം. 11.1% കൂട്ടിക്കൊണ്ട് 11,11,111 crore rupees 325 ഒന്നുകൾ ഒരുമിച്ചിട്ടാൽ ഇൻഫ്രാസ്ട്രക്ചർ ആണോ അതോ മൂലധന ചെലവാണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? സി പി ജോൺ 11% വർദ്ധിപ്പിച്ചത്. അല്ലല്ല, ഞാൻ ചാപ്റ്റർ 61 അധ്യായ, അതായത് പാരഗ്രാഫ് 61 പേജ് നമ്പർ 17 ഇംഗ്ലീഷിൽ, അത് ഈ 47.6 എന്നുള്ള മൊത്തം ചെലവിൻ്റെ വലിയൊരു ശതമാനമാണല്ലോ വരിക. അത് ഞാനിപ്പോൾ ആർഗ്യൂ ചെയ്യല്ല, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിക്കുക. അതൊരു കൗതുക, നമ്മൾ ഈ വണ്ടിയുടെയൊക്കെ നമ്പർ ഒരു കൗതുക നമ്പറാണ്. ബജറ്റിൽ പ്രസംഗത്തിലുണ്ട്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പുഷ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു നേട്ടമാണ്, അല്ലെങ്കിൽ അംഗീകരിക്കാവുന്ന ഒരു ആസ്പെക്ട് ആണ്. പക്ഷെ അത് 11 ലക്ഷം കോടി പോകില്ല എന്ന് പറയുമ്പോൾ തന്നെ താങ്കൾക്ക് അറിയാമല്ലോ, അത് 3 ലക്ഷം കോടിയോ മറ്റോ ആണെന്നാണ് എൻ്റെ വായിച്ച ഒരു ഓർമ്മ. 1.5 ലക്ഷം കോടി 3 ലക്ഷം കോടി കടവാണ്. 1.5 ലക്ഷം കോടി അപ്രോക്സിമേറ്റ്ലി റെയിൽവേ. അല്ല, അത് പ്രശ്നമല്ല, കടമൊന്നും വിഷയമല്ല. അതിപ്പോൾ ഒരു മസാല ബോണ്ട് എടുത്തതാണ്, അതൊന്നും വിഷയമല്ല. എൻ്റെ പോയിന്റ് ഔട്ട്ലേ ആണ്. ഔട്ട്ലേയിൽ ഒരു 5 ലക്ഷം കോടിയിലധികം വരാൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷെ അത് എങ്ങനെയാണ് 11 lakh crore ആവുന്നത്? അത് ബജറ്റ് പ്രസംഗത്തിലെ അനോമലി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഷുഡ് ബി എക്സ്പ്ലെയിൻഡ് ബൈ സംബഡി. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ വളർച്ച വന്നിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. എന്തായാലും ഗഡ്കരിയുടെ ഒരു സംഭാവനകൾ നമ്മൾ അടിവരയിട്ട് തന്നെ, ഗഡ്കരിക്ക് മാത്രമായ ഒരു സംഭാവന ഉണ്ടാവുമോ? പ്രത്യേകിച്ച് റോഡിന്റെ കാര്യത്തിലുള്ള. അല്ല, തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഗഡ്കരിയുടെ മുഖത്തൊന്നും ആരും ഫോക്കസ്, ഗഡ്കരിയുടെ മുഖത്തേക്ക് ബജറ്റ് അവതരിപ്പിക്കുമ്പോഴോ മറ്റ് സമയത്തോ ഒന്നും ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഞങ്ങളെപ്പോലുള്ള എം പിമാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു ചോദ്യം കൂടി, അല്ല ജോണേ, എൻ്റെ ഫ്രണ്ടായതുകൊണ്ടോ അല്ലാത്തത് കൊണ്ടോ അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സംഭാവനകളെ നമ്മൾ വിലമതിക്കണം. ഞാൻ ഒരു ചോദ്യം ജോണെ ഈ അലമ്പാക്കാനുള്ള പരിപാടിയാണോ ജോണ്? അതായത് ഈ ബജറ്റിൽ എനിക്ക് ജയേന്ദ്രൻ മാഷിന്റെ ഒരു വിദഗ്ധ അഭിപ്രായം ഞാൻ ഒരു 2 വരി വായിക്കാം. അതായത് ഇതിൻ്റെ അകത്ത്, the government will form a high-powered committee for an extensive consideration of the challenges arising from fast population growth and demographic changes. The committee will be mandated to make recommendations for addressing these challenges. ഇതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്?
ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങൾ പൊളിച്ചെഴുതണോ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ റിസോഴ്സസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യമോ, ഇത് സംബന്ധിച്ചുള്ള പരാതികളോ. പക്ഷേ ഇവിടെ ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ബജറ്റ് സ്പീച്ചിൽ വന്ന് കടന്നു പോയിട്ടുണ്ട്. ഞാനത് വീണ്ടും ചോദിക്കാനുള്ള കാരണം നികേഷേ, മുൻകാലങ്ങളിൽ BJP മുസ്ലിം ജനസംഖ്യയുടെ വർധനവിനെക്കുറിച്ച് ഒരുപാട് പ്രചരണങ്ങൾ നടത്തി. രാജ്യസഭയിൽ ഇവർ സ്വകാര്യ ബില്ല് തന്നെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ വർധനവിനേക്കാൾ എത്രയോ കൂടുതലാണ് ഉത്തർപ്രദേശിലെ ഹിന്ദു ജനസംഖ്യ വർധനവ്. അതുകൊണ്ട് സാക്ഷരതയും വിദ്യാഭ്യാസവും ആരോഗ്യം കൊടുത്താൽ ഇത് റീപ്ലേസ്മെൻറ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള എല്ലാവർക്കും അറിയാം. ഇവർ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താണ് ഈ ജയേന്ദ്രൻ മാഷ് ഉദ്ദേശിക്കുന്നത്? ഈ ബജറ്റിൻ്റെ ഇടയിൽ തിരുകിയിട്ടുള്ള ഈ വാചകത്തിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്? അതെയോ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി എന്തെങ്കിലും കൊയേഴ്സീവ് സ്റ്റെപ്സ്, നിർബന്ധിതമായിട്ടുള്ള നടപടികൾ കൊണ്ടുവരികയാണോ? എന്താണ് ഇവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ ഈ ബജറ്റ് ഫിഗേഴ്സിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് ആശങ്കകളുടെ അപ്പുറത്ത് ഒരുപക്ഷെ പല സംശയങ്ങളും ജനിപ്പിക്കുന്ന 2-3 വരികളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നീട് ജോൺ പറഞ്ഞതുപോലെ ഇത് നയപ്രഖ്യാപനമാണെങ്കിലും ബജറ്റാണെങ്കിലും അയോധ്യ ഇല്ലാത്തൊരു കച്ചവടം BJPക്കില്ല. ഈ ബജറ്റിലും അയോധ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഞാൻ ഈ കേരളത്തെക്കുറിച്ച് വീണ്ടും പറയാൻ കാരണം അതെ, വേറൊന്നും കൊണ്ടല്ല, ഒരു ചെറിയൊരു കാര്യം പറയാം. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഞാൻ സോളാർ ജോണെ, ഒരു ചെറിയ, അതായത് തിരുവനന്തപുരമാണല്ലോ യഥാർത്ഥത്തിൽ BJP വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമെന്ന് അവർ പറയുന്നത്, പലരെയും കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി ഞാൻ പറയാം. അത് കൊച്ചുവേളിയുടെ ഈ പറഞ്ഞ കോച്ചിങ് ടെർമിനലിൻ്റെ വികസനം എത്രയോ പതിറ്റാണ്ടായിട്ട് ഇഴഞ്ഞ് നീങ്ങുകയാണ്. അതിൻ്റെ മൊത്തം പദ്ധതി ചെലവ് 47 കോടി രൂപയാണ്. അല്ല എന്താ കാരണം അറിയോ? അതായത് ഈ BJP ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള റെയിൽവേ ബജറ്റിൻ്റെ ഈ ബജറ്റിലേക്ക് ലയിപ്പിച്ചിട്ട് ഒരു കൺകെട്ട് വിദ്യ ഇവർ ആരംഭിച്ചു. ഇപ്പോൾ കൊച്ചുവേളി പ്രോജക്റ്റിൽ 47 കോടി രൂപയുടെ പദ്ധതി ഇഴഞ്ഞ് നീക്കി ഇതുവരെ 25 കോടി രൂപ ചെലവഴിച്ചു. ഈ ബജറ്റിൽ എത്രയെന്നറിയാം അവർ വകയിരുത്തിയിരിക്കുന്നത്? നോക്കൂ, ട്രിപ്പിൾ തലാഖ് ബജറ്റിൽ വന്നു, രാമക്ഷേത്രം വന്നു, ഇനിയിപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം. TP ജയേന്ദ്ര മാഷ്ക്ക് അത് ചിലപ്പോൾ നേരിട്ട് പറയാനാകില്ലായിരിക്കാം. അങ്ങനെ ഒരു അജണ്ട BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് ബാധകമാകും, ഉത്തർപ്രദേശിലെ ഹിന്ദുക്കൾക്ക്. അല്ല നികേഷേ, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ വാദഗതികൾ BJPയുടെ വായിലേക്ക് ഇട്ട് പറയുന്നത്? ഇപ്പം നോക്കൂ, ബ്രിട്ടാസ് എന്ത് പറയണമെന്ന് അപ്പുറത്ത് നിന്ന് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ജോൺ പറയാണ്. ജോൺ, നിങ്ങൾക്ക് തന്നെ പറഞ്ഞുകൂടെ ബ്രിട്ടാസ് നിങ്ങൾ ഉപദേശിച്ചു കൊടുക്കണോ? ഇപ്പം നമുക്കറിയാം, നിങ്ങൾ 3 പേരും കൂടെ ഒറ്റയ്ക്കുള്ള ഒരു പാനൽ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് BJPയുടെ വായിലേക്ക് നിങ്ങളുടെ വാദഗതികൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ബ്രിട്ടാസ്, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അല്ലേ? കേന്ദ്ര ഗവൺമെന്റ് എവിടെയാണ് ഈ ജനസംഖ്യാ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന ഒരു വീക്ഷണം കൊടുത്തത്? അല്ല സാർ ഒന്ന് എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ ഈ പ്രസംഗം കേട്ടപ്പോൾ നിർമ്മല സീതാരാമനോ ഈ ആംഗിളിൽ പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റിനെ എങ്ങനെയാ ഇവിടെ? അല്ല, നിങ്ങൾ ചോദിച്ച വാദം അല്ല, ഞാൻ ചോദിച്ചതാണ്. ഇത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് സാർ? ആരുടെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള സംശയം ചോദിച്ചതാണ് നിങ്ങളുടെ വിദഗ്ധ അഭിപ്രായം? എനിക്കിത് മനസ്സിലായില്ല എന്താണെന്ന്. സംശയിച്ചോളൂ. ഈ ബജറ്റിൽ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജയേന്ദ്ര മാഷെ, ഒരു 3.5 പതിറ്റാണ്ടായിട്ട് വിവിധ ബജറ്റുകൾ കവർ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മാഷെ ബ്രിട്ടാസ്, നിങ്ങൾ മലയാളത്തിൽ ചോദിച്ചു, എനിക്ക് മലയാളത്തിൽ മനസ്സിലായി. ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഉത്തരം കിട്ടാനല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സിൽ നിന്നും ചോദ്യത്തിന് ഉത്തരം TP ജയേന്ദ്ര മാസ്റ്റർ, അതിനകത്ത് ഒരു ചോദ്യം അടങ്ങിയിട്ടുണ്ട്. ഒരു ബജറ്റില് ജനസംഖ്യാ വർധനവ് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇല്ലേ? ഇല്ലെങ്കിലില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്.
നികേഷ്, ഞാനൊന്ന് കൈകൂപ്പി പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, എനിക്ക് എൻ്റേതുണ്ട്. പക്ഷെ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് തടസ്സപ്പെടുത്താത്ത ആ മനോഭാവം ദയവ് ചെയ്ത് എന്നോട്, അങ്ങനെയാണെങ്കിൽ ഞാൻ സംസാരിക്കാതിരിക്കാം. എന്നെ വിളിച്ചത് എന്റെ താങ്കളുടെ സ്ഥിരം തന്ത്രമാണ് ശ്രീ വിജയേന്ദ്രൻ. ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാതെ അതിനെ വളഞ്ഞു പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഉത്തരത്തിലേക്ക് താങ്കളെ ആകർഷിക്കാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വളയ്ക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ ഏതാണ്ട് എത്തുമ്പോൾ നിങ്ങൾ എത്തിക്കോളൂ. നോക്കൂ, ഭാരതം വളരെ അഭിമാനത്തോടുകൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ജനസംഖ്യാ നിയന്ത്രണം. ബ്രിട്ടാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളം നടത്തിയ ജനസംഖ്യാ നിയന്ത്രണം കേരളത്തിൻ്റെ പദ്ധതി വിഹിത ലഭ്യതയിൽ നമുക്ക് തടസ്സമാകുന്നുവോ എന്നൊരു സംശയമാണ് കേരളത്തിൽ പല ആളുകൾ ഉന്നയിക്കുന്നത്. ബ്രിട്ടാസ് തന്നെ പറയുന്നു, ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല ജനസംഖ്യാ നിയന്ത്രണ കാര്യത്തിൽ കൃത്യത പുലർത്താത്തത്. ബ്രിട്ടാസ് ഇതൊന്ന് പഠിക്കുന്നതിൽ എന്താ തെറ്റ്? ആ പഠിക്കുന്ന ഏജൻസിയുടെ നിഗമനങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞൂടെ? ഇത് പഠിക്കാനേ പാടില്ല, ഇത് ചിന്തിക്കാനേ പാടില്ല എന്നതിൽ അർത്ഥം എന്താണ്? താങ്കൾ പറഞ്ഞ മാതിരി ഇത് മുസ്ലിങ്ങളാണോ, ക്രിസ്ത്യാനികളാണോ, ആദിവാസികളാണോ, ദളിതരാണോ, പിന്നെ എനിക്കും അതിൽ നിങ്ങൾ പറഞ്ഞ പല കാര്യത്തോട് യോജിപ്പുണ്ട്. ഈയുമായി ബന്ധപ്പെട്ട പഠനത്തിൽ നാം മനസ്സിലാക്കിയതിനപ്പുറത്തേക്കും ചില കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസമായി ബന്ധമുണ്ട്, ആചാരങ്ങളുമായി ബന്ധമുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏതായാലും രാജ്യത്തിൻ്റെ ഈ ജനസംഖ്യാ വിസ്ഫോടനം രാജ്യത്തിൻ്റെ വികസനത്തിൽ തടസ്സമാണ് എന്ന കാര്യത്തിൽ ബ്രിട്ടാസിന് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അത്തരം കാര്യങ്ങളെ ഇന്ത്യ രാജ്യം മുഴുക്കെ കേരളം മാതൃകയായതുപോലെ മറ്റു പലരും നിയന്ത്രിക്കണമെന്ന കാര്യത്തിൽ തടസ്സമില്ലല്ലോ. അതിന് ചെയ്യാൻ കാര്യങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തൽ എന്താണ് തെറ്റ്? പക്ഷേ പഠിക്കുന്നുണ്ട് എന്താ തെറ്റ് എന്നുള്ളതാണ് അതിന്റെ ബേസ് ലൈൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സി പി ജോൺ, നോക്കൂ, നമ്മൾ ബജറ്റിലേക്ക് തിരികെ പോയാൽ ഒരു വ്യക്തതയായിട്ടില്ല. എവിടെ വ്യക്തതയായി? അല്ലെന്ന് പഠിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അത്രേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് അത് ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്നാണ് കേന്ദ്രമായിട്ട് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, പാർലമെന്റ് ചർച്ച ചെയ്യട്ടെ, മനസ്സിലാവില്ല. ആയിക്കോട്ടെ, നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സി പി ജോൺ, നോക്കൂ, 5.8 നിലവിലെ ധനക്കമ്മി. അത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് 5.1 കൊണ്ടുവരും എന്നുള്ളതാണ്. നോക്കൂ, FRBM ആക്ട് കേന്ദ്രത്തിനും കേരളത്തിനും ഒരേപോലെ ബാധകമാണ്. കേരളത്തിൻ്റെ കാര്യത്തിനകത്ത് ഞെരുക്കുന്നു, പക്ഷേ കേന്ദ്രത്തിന് അത് എത്ര കണ്ട് വർദ്ധിപ്പിക്കാനാകുമോ അത്രയും വർദ്ധിപ്പിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് സ്വാഭാവിക നീതിയാണോ? തീർച്ചയായിട്ടും ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണത്. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് 3%, ഇപ്പോൾ FRBM എല്ലാവർക്കും 3%. സംസ്ഥാനങ്ങൾക്ക് അത് 3% നിലനിർത്തണം എന്ന് കർശനമായിട്ട് കേന്ദ്രം പറഞ്ഞിട്ടുള്ളതായിട്ട് ഈ ഇതിൻ്റെ ആക്ഷൻ ടേക്കൺ. ഞാൻ ഒരു കാര്യം നല്ലത് പറയാനാണ്, നിർമ്മല സീതാരാമൻ ചെയ്തിട്ടൊരു കാര്യം, 89 കാര്യങ്ങൾ, ഐറ്റംസ്, കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള 89 കാര്യങ്ങൾ എവിടെ എത്തിയെന്ന് അവർ വളരെ കൃത്യമായിട്ടുള്ള അവരുടെ വാദഗതികൾ ഈ ബജറ്റ് പേപ്പറിനോട് കൂടി തന്നെ ഒരുമിച്ച് ഇറക്കിയിട്ടുണ്ട്. അതിൽ 89ാമത്തെ ഐറ്റം 38 പേജുള്ള വലിയ ഒരു ഡോക്യുമെൻ്റാണ്. 28 പേജേ ഉള്ളൂ നമ്മുടെ ബജറ്റ് പ്രസംഗം ഇത്തവണ. നല്ല കാര്യം, അതിൽ ഏറ്റവും അവസാനത്തെ കാര്യം ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. സ്റ്റേറ്റ്സ് വിൽ ബി അലൗഡ് എ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഓഫ് 3.5% of the GSDP, of which 5% will be tied to power sector reforms. ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. ആസ് പെർ റെക്കമെൻഡേഷൻസ് ഫിനാൻസ് കമ്മീഷൻ അങ്ങനെ പറഞ്ഞു പോയിട്ട്, അപ്പാർട്ട് ഫ്രം ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ കേരളത്തിന് 3% എന്നുള്ള നമ്മുടെ ബാലഗോപാലിൻ്റെ എപ്പോഴുമുള്ള പിന്നെ പ്രഖ്യാപനത്തിൽ FRBM ആക്ട് അതാണെങ്കിലും കേന്ദ്രം 0.5%, ഹ്യൂജ് നമ്പർ, അതും കൂടി അനുവദിച്ചിട്ടുണ്ട് എന്ന് ഈ ബജറ്റ് ഡോക്യുമെൻറ്റിൻ്റെ കൂടെ ചേർത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാറ്റസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ പിന്നെ ഐറ്റം നമ്പർ 89 പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ 6% എടുക്കാഞ്ഞത്? അതോ എടുത്തിട്ടുണ്ടോ? അത് ടൈഡ് ഫണ്ടായതുകൊണ്ട് വിദ്യുച്ഛക്തി വികസനത്തിന് വേണ്ടിയിട്ട്, റിഫോമിന് വേണ്ടിയിട്ടും പവർ സെക്ടർ റിഫോംസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പവർ സെക്ടർ റിഫോംസിൽ നമ്മൾ പൂർണ്ണത കൈവരിച്ചിട്ടില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ഒരു ദറ്റ്സ് എ ഡിഫറെൻറ്റ് പോയിന്റ്.
ഞാൻ പറഞ്ഞത് ഇലക്ട്രിസിറ്റി റിഫോംസിനെ 0.5%, ആകെ 3% എടുക്കാമെങ്കിൽ 0.5% പവറിലെടുക്കാം. ആ പവറിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കേരള ഗവൺമെൻറ്? അതൊരു ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ ഞാനിവിടെ BJP CPM എന്നൊക്കെ മാറ്റി വെച്ചിട്ട് സെൻട്രൽ സ്റ്റേറ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ 0.5% അവിടെ അവൈലബിൾ ആയിരുന്നു. അത് പവറിലെടുക്കാൻ പറ്റില്ല അവസാനത്തെ 0.5%. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇത്തരത്തിലുള്ള പോസ്റ്റ് പാൻഡമിക് ഇറായിൽ 3% വാശി പിടിക്കേണ്ടതായിട്ടില്ല. അത് 4-4.25% ഒക്കെ അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് നിർമ്മല സീതാരാമൻ പറയുന്നുണ്ട്, 2 വർഷം കഴിയുമ്പോൾ നമുക്കൊരു 4.5-4.5% എത്താൻ കഴിയും. അവർ 5.1 എത്തുന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ്സിനെ ഇതുപോലത്തെ ടൈഡപ്പായിട്ടുള്ള, നേരത്തെ പവർ സെക്ടറെ പറഞ്ഞതുപോലെ ചില പ്രത്യേക റവന്യൂ ഡെഫിസിറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി 1% കൂടെ കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല. അത് കേന്ദ്രം കൊടുക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് എൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായം കൂടിയാണ്. പക്ഷേ കേന്ദ്രം ഇപ്പോൾ 5.8 നിൽക്കുന്നത് കൊണ്ട് മറ്റൊരു പ്രശ്നം സ്റ്റേറ്റുകൾക്കുണ്ട്. സ്റ്റേറ്റുകളൊക്കെ 5.8 പോയാൽ പിന്നെ സ്റ്റേറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സ്റ്റേറ്റിന് ഇതിന് പലിശ കൊടുക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ഉണ്ട്. ഇവിടെ നമുക്ക് കേരള ബാങ്കേ ഉള്ളൂ. അപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് അവർക്ക് എടുക്കാം, അവർക്ക് അത്യാവശ്യം മോണിറ്റൈസ് ചെയ്യാം. അപ്പോൾ അവരെ കണ്ടിട്ട് നമ്മൾ 6% ഫിസ്ക്കൽ ഡെഫിസിറ്റ് പോയാൽ നമ്മൾ ഈ പലിശ കൊടുത്തപ്പം മുടിയും. അതുകൊണ്ട് 5.8 സ്റ്റേറ്റിന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരിക്കൽ ശിവദാസ് മേനോൻ ഉള്ള അവസാന ഘട്ടത്തിൽ 5% മുകളിൽ പോയിട്ടുണ്ട് കേരളം. അപ്പോൾ കേരളം നിശ്ചലമായി. അതുകൊണ്ട് കേരളം അല്ല, എനി സ്റ്റേറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു 4% വരെയൊക്കെ ആവാം. 3.5 വെച്ചിട്ടുണ്ടല്ലോ. ഈ 5.8 ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് CP ജോൺ? 47 ലക്ഷമാണ് നമുക്ക് ആകെ ചെലവഴിക്കാനുള്ളത്. അതിൽ 12 ലക്ഷം നമ്മൾ പലിശ ഇനത്തിൽ മാത്രം കൊടുക്കുകയാണ്. എൻ്റെ പോയിന്റ് അതല്ല. അവർക്ക് ഫിസ്ക്കൽ സ്പേസ് ഉണ്ട് കേന്ദ്രത്തിന്. അവർക്ക് റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു അക്ഷയനിധി എന്ന വാക്ക് ശരിയല്ലെങ്കിലും ഇൻവെർട്ടർ കോബയിലും അക്ഷയനിധിയുണ്ട്. അവർക്ക് ആ മെഷീനും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് മോണിറ്റൈസ് ചെയ്യാൻ കഴിയും അവർക്ക് പലപ്പോഴും. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് സോവറിൻ ഗവൺമെൻറ്റുകൾക്ക് വരുന്നത് പോലെ സബ് സോവറിൻ ഗവൺമെൻറ്റുകൾക്ക് കഴിയില്ല. അത് അങ്ങനെ അനുവദിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഇല്ലാതായിപ്പോൾ, അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റില്ലായിപ്പോവും. അതുകൊണ്ട് ഞാൻ 5.8 സ്റ്റേറ്റിനും തന്നൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ തന്നുകൂടാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ദയവായി തുടങ്ങുക. ജോൺ ബ്രിട്ടാസ്, നോക്കൂ, നമ്മൾ ഭരണഘടനാ അനുച്ഛേദം 131 പ്രകാരം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ. നോക്കൂ, ഇന്നിപ്പോൾ സർക്കാർ പറയുന്നു ഞങ്ങൾക്ക് 5.8 അത് 5.1 ആക്കും. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. 47 ലക്ഷം കോടിയുടെ ചിലവ്, അതിൽ 17 ലക്ഷം കോടിയും കടം, 47 ലക്ഷത്തിൽ 12 ലക്ഷത്തോളം കോടി നമ്മൾ ഇനിയിപ്പോൾ പലിശ ഇനത്തിൽ വരുന്നു. വളരെ ചുരുങ്ങിയ തുക മാത്രമാണ് നമുക്ക് ചെലവഴിക്കാനുള്ളത്. ഇതാണ് സെൻട്രലിൻ്റെ അവസ്ഥ. അതേസമയം 5.8 നിന്ന് 5.1 ആക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 നമ്മുടെ ഫിസ്ക്കൽ കൺസോളിഡേഷൻ നിലനിർത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. കിഫ്ബി കുഴിച്ചാൽ പിന്നെ 2.5% മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 3 എന്നുള്ളതിൽ നിന്ന് 2.5% മാത്രമായി കുറയുന്നു എന്നുള്ളതാണ്. 75,000 കോടി രൂപ 50 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നൽകും. പക്ഷേ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നിലയിലാണ്. ജോൺ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1.5% കൂടി എടുക്കാം നിങ്ങൾക്ക് പവർ സെക്ടറിൽ റിഫോം ഉണ്ട് എങ്കിൽ. നോക്കൂ, ഇതിനകത്ത് എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതാണ്. സുപ്രീം കോടതിയിലും 8-ാം തീയതി നിങ്ങൾ സമരം ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ? നികേഷ്, അതായത് ഇപ്പം എനിക്ക് ജോണ് അല്പം അയഞ്ഞ് സംസാരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എന്താ കാരണം എന്താ വെച്ചാൽ കേരള ഗവൺമെൻറ് പറയുന്നതിൽ ചില കാര്യമുണ്ട് എന്ന് വളരെ വൈമനസ്യത്തോടെ ആണെങ്കിലും മൂപ്പറിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ സ്വാഗതാർഹമാണ്. എന്താ കാരണം വെച്ചാൽ അതായത് ഇങ്ങനെ 3% എന്നുള്ളത് സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോയിരുന്നുള്ളത്. ഇപ്പം ജോൺ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ 0.5% ഞാൻ പണ്ടേ പറയുന്നത് ഇപ്പോൾ 75,000 കോടി രൂപ ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് പറച്ചിൽ കുറഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ CMB കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് സതീശനൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത ശേഷം കുറച്ച് പറച്ചിൽ കുറഞ്ഞോന്ന് എനിക്കൊരു സംശയം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയത്. അപ്പോൾ 75,000 കോടി രൂപ 0.5 നിങ്ങൾ തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ടോ? ഇപ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനം
അതിന് കേരളം ബ്രിട്ടാസ് പോലുള്ള- മറുപടി ഞാനൊരു പറയുന്നില്ല. മറുപടി ഞാനിപ്പോൾ ഫോൺ ബ്രിട്ടാസ് അത് വിളിച്ച് കേൾക്കുന്നുമില്ല, എന്താണെന്നറിയില്ല. അവിടെ ഇയർഫോണിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ല, നിയമം കഴക്കൂട്ടം അതായത് കൊച്ചുവേളി വേളി പട്ട അല്ലല്ല ഞാൻ ഇനി വീണ്ടും ചെറുതും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മണ്ഡലം മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ജോണിനെ ഞാൻ ജാഗ്രതപ്പെടുത്താം. അതായത് നികേഷ്, അതായത് കേരളം പോലെ സീരിയസ് ആയിട്ട് വരട്ടെ. അതായത് ഈ ചർച്ച അലമ്പാക്കണമെന്ന് ജോണിന് എന്തൊരു ആഗ്രഹമുള്ള പോലെ ഞാൻ കാണുന്നുണ്ട്. അതായത് റിഫോം ലിങ്ക്ഡ് ആയിട്ട് പറയുന്ന നിയമം കൊച്ചുവേളി കോർപ്പറേറ്റുകൾക്ക് 1 ലക്ഷം കോടി രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ഇൻട്രസ്റ്റ് ആയിട്ട് നീക്കി വെക്കുമ്പോൾ സംസ്ഥാനങ്ങൾ കേന്ദ്രം പറയുന്ന രീതിയിലുള്ള റിഫോംസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ആനുകൂല്യം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വലിയൊരു കൺസെൻസസ് വേണ്ട ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതുകൊണ്ട് നമുക്ക് ഏകപക്ഷീയമായിട്ട് കേന്ദ്രത്തിന് ഡിക്റ്റാറ്റ് അനുസരിച്ചിട്ടുള്ള റിഫോംസ് നടപ്പിലാക്കാൻ പറ്റില്ല. പിന്നെ ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം 3% ശഠിക്കുമ്പോൾ ഞങ്ങൾക്കത് ബാധകമല്ല. റിസർവ് ബാങ്ക് ഉണ്ട്, നോട്ടടിക്കാനുള്ള മെഷീനുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഈ പറയുന്ന ഈ സാമ്പത്തിക അച്ചടക്കം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് കേന്ദ്രത്തിന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം കേന്ദ്രം പറയുന്ന ഒന്ന് ഈ ധനക്കമ്മിയുടെ കാര്യം, 2 എക്സ്ട്രാ ബജറ്റ് ബോറോയിങ്ങിൻ്റെ കാര്യം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നാഷണൽ ഹൈവേ അതോറിറ്റി മാത്രം എടുത്തിരിക്കുന്ന ലോൺ എന്ന് പറയുന്നത് 3 ലക്ഷം കോടിക്ക് അപ്പുറത്താണ്. അതൊന്നും കേന്ദ്രത്തിൻ്റെ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അത് ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഈ ബജറ്റ് കമ്മി എവിടെ എത്തുമെന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം. ഇനി ഒറ്റ കാര്യം, ഒരുപക്ഷെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ജോൺ ബ്രിട്ടാസ്. BVR സുബ്രഹ്മണ്യത്തിന്റെ വാക്കുകൾ ഇതാണ്: ബജറ്റ്സ് ആർ കവേർഡ് ഇൻ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് അറ്റംപ്റ്റ് ടു കവർ ദ ട്രൂത്ത് എന്നാണ്. ഇത് ഹിൻഡൻബർഗ് പോലൊന്ന് പരിശോധിച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടുകൾ തുറക്കുമെന്നാണ് BVR സുബ്രഹ്മണ്യം പറഞ്ഞത്. നികേഷേ, ഞാൻ അതിലേക്ക് പറയാം. എന്താ കാരണം വെച്ചാൽ ഇവരുടെ തന്നെ നീതി ആയോഗിൻ്റെ CEO നടത്തിയ വെളിപ്പെടുത്തലാണ്. അതായത് എങ്ങനെയാണൊരു പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി 14 ധനകാര്യ കമ്മീഷൻ്റെ മുകളിൽ സമ്മതം ചെലുത്തിയതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് നീതി ആയോഗിൻ്റെ CEO നടത്തിയത്. ഈ ഒരു ബജറ്റിൽ പല പരാമർശങ്ങളുണ്ട്. അതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ സർക്കാർ എവിടെ പരാജയപ്പെട്ടെന്ന് ഞാൻ പറയാം. 149 വിമാനത്താവളങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇവർ പറയുന്നത് കേട്ടിട്ട് കേരളം PPP മോഡലിൽ കണ്ണൂരിലൊരു വിമാനത്താവളം ഉണ്ടാക്കി, 2000 കോടി രൂപ മുടക്കി. ഇവർ പോയിന്റ് ഓഫ് കോൾ അനുവദിക്കാത്ത കൊണ്ട് ആ വിമാനത്താവളം ക്രൈസിസിലാണ്. ഇന്ന് ഈ ബജറ്റിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഉഡാൻ സ്കീമിനെ കുറിച്ച്. ഉഡാൻ സ്കീം സംബന്ധിച്ച് CAG പങ്കുവെച്ച ഒരു ആശങ്കയുണ്ട്. അതായത് 30% മാത്രമാണ് അതിൻ്റെ പെർഫോമൻസ്. ഈ രൂപത്തിലാണ് ഉഡാൻ സ്കീം പോകുന്നതെങ്കിൽ 7% റൂട്ടുകളിൽ മാത്രമേ അത് തുടർന്ന് പോകൂ എന്നുള്ളത് ആണ് CAG പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇന്നത്തെ ബജറ്റിൽ ഈ പോർട്ടുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ലിങ്കിനെ കുറിച്ച് പറഞ്ഞു. മദർഷിപ്സ് വരാൻ കഴിയുന്ന ഒരു പോർട്ടുള്ള വിഴിഞ്ഞത്തെ അവിടെ നിന്ന് ഒഴിവാക്കിയിരിക്കുക. 8ാം തീയതി സമരം, സുപ്രീം കോടതിയിലെ റിട്ട്. പക്ഷേ ചില വെളിച്ചം ഈ ബജറ്റിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയുള്ള കേന്ദ്ര സർക്കാരുമായിട്ടുള്ള അനുരഞ്ജന സംഭാഷണങ്ങളിലോ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ? നമുക്ക് കടപരിധി കൂട്ടിയെടുക്കാൻ കഴിയുമോ? നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വളരെ ന്യായമായ കാര്യമല്ലേ? കേന്ദ്ര സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവരുന്ന നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൊടുത്ത 5400 കോടി രൂപയെങ്കിലും നമ്മുടെ കടമെടുപ്പിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി വെക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിച്ചിട്ട് അതുപോലും കണക്കിലെടുത്തില്ലല്ലോ. പിന്നെ എവിടെയാണ് അനുരഞ്ജനം ഉണ്ടായിരുന്നെങ്കിൽ സുപ്രീം കോടതിയെ നമ്മൾ സമീപിക്കുമായിരുന്നോ? അനുരഞ്ജനം അനുരഞ്ജനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജന്തർ മന്ദിറിൽ സമരം നടത്തൂ എന്ന് പറഞ്ഞ് പിന്നീട് അതൊരു മീറ്റിംഗ് ആക്കി മാറ്റിയതെന്നാണ്. അത് ഏതോ ഒരു പത്രം എഴുതി വെച്ചതല്ലേ, അതൊക്കെ നമുക്ക് കണക്കെടുക്കാൻ പറ്റുമോ? ഇപ്പം ആരോ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞതുപോലെ മീഡിയ എന്നുള്ളത് മോഡിയ എന്ന കാലഘട്ടമല്ലേ. അതായത് എന്നുള്ള വവ്വല് മാറി എന്നുള്ള വവ്വല് മോഡിയായിരിക്കും. പണ്ട് ഗോദി മീഡിയ മാത്രമായിരുന്നു, ഇന്ന് മോഡിയ മാത്രമായിരുന്നു. മറുപടി പറയേണ്ട ഒരു കാര്യം, സ്റ്റേറ്റിന് 2% കേന്ദ്രത്തിന് 5.8%, ഒരൊറ്റ നിയമം FRBM. അതെങ്ങനെയാണ്? 3%.
സ്റ്റേറ്റിന് 3%. അല്ല നമ്മുടെ അതെന്നെ കിഫ്ബി പറയാൻ അങ്ങനെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, നികേഷ്. ബജറ്റിന് പുറത്ത് കടം എടുക്കുന്നതാണെങ്കിൽ നേരത്തെ പറഞ്ഞ 3 ലക്ഷം കോടി വേറെ കൂട്ടണോ? സമയം കുറവല്ലേ, ഒന്ന് തന്നെ വിട്ടേക്ക്. നികേഷ് എന്നോടല്ലേ? അതെ. ഒന്ന്, ഇതൊരു ഇടക്കാല ബജറ്റാണ് നികേഷേ. ഇവര് രണ്ടുപേരും പറയുന്നത് വിട്ട് കേന്ദ്രത്തിന്റെ കാര്യം അബദ്ധമാണ്, അധികകാലമൊന്നുമില്ല, അതുകൊണ്ട് ഇവർ വരട്ടെ, ഒരു പുതിയ സമ്പൂർണ്ണ നല്ല ബജറ്റ് അവതരിപ്പിക്കട്ടെ. പിന്നെ ജോണും ഇദ്ദേഹം ഒരു കാര്യത്തിൽ എത്തിയാലേ പറ്റൂ. കാരണം കേരളത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങൾ രണ്ടു കൂട്ടരും കൂടിയല്ലേ, ഇനി ഒന്നിച്ച് നിൽക്കാനും പോവുക. അപ്പം ചില കൺസെൻസസ് വിട്ടാസങ്ങൾ എത്തിയേ പറ്റൂ. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടം എത്രയാണ്? 156 ലക്ഷം കോടി രൂപ. ഇവിടെ കേരളം തെറ്റിദ്ധരിപ്പിക്കുന്ന സഖാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണ് ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റിന്റെ കടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കടത്തിലാണ് ബ്രിട്ടാസ് മറച്ചു വെക്കുന്നു 156 lakh crore. ഞാനവിടെ മറച്ചു വെച്ചു. ഇനി കുറെ കൂടെ നിങ്ങൾക്ക് UN ഡോളറിൽ പറയണമെങ്കിൽ ഡോളറിൽ പറയണം. വിദേശ കടത്തെ കുറിച്ചുള്ള സ്റ്റാറ്റസിന്റെ റിപ്പോർട്ട് 13 കൃത്യമായിട്ട് പറയും. ഇനി കേൾക്കൂ നിങ്ങൾ, ഞാൻ ഇതിൽ എന്തൊക്കെ പെടും? പൊതുകടം, ലോക ബാങ്ക്, IMF പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കേരളം ഉൾപ്പെടെ വാങ്ങിയ കടം പെടുമോ? ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കടം ഇതിനകത്ത് പെടുമോ? പറയൂ ബ്രിട്ടാസ്, ആ കടം പെടുമോ? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിമുട്ടി വാങ്ങിയ പണം ഈ പരിധിയിൽ പെടുമോ? സംസ്ഥാന ഗവൺമെന്റുകൾ വാങ്ങുന്ന വിദേശ കടം ഇതിനകത്ത് പെടുമോ? ഇന്ത്യൻ ബാങ്കുകൾ ബാങ്കുകൾ വായിക്കുന്ന വായ്പ പറയട്ടെ അല്ലല്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കി പോവല്ല. ഇന്ത്യൻ ബാങ്കുകൾ വിദേശത്തു നിന്നും എടുക്കുന്ന വായ്പകൾ ഒരു തെറ്റിദ്ധാരണമില്ല. അതായത് സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി നിർണ്ണയിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡം കേന്ദ്രത്തിന് ബാധകമല്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറയുമ്പോൾ ഒരു അക്ഷരം ഞാൻ മിണ്ടിയില്ലല്ലോ ബ്രിട്ടാസ്. ഒരു MP അല്ലേ, ഒരു പത്രപ്രവർത്തകനല്ലേ? നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇടയ്ക്ക് കയറി പറയാൻ ഒരുപാട് അവസരം, ഞാൻ മിണ്ടിയോ? അല്ല, തെറ്റായിട്ടാ പറയണത് ജയേന്ദ്ര മാഷ്, അതുകൊണ്ടാ പറയണത്. ഭാരതത്തിന്റെ അല്ല, പറഞ്ഞോളൂ, നിങ്ങൾക്ക് അവസരം നിങ്ങൾ പറഞ്ഞോ. ദേശീയപാത അതോറിറ്റി AAA ഗ്രേഡ് ഉള്ള തിരിച്ചടയ്ക്കാൻ കേൾപ്പുള്ള സ്ഥാപനം അവരെടുക്കുന്നത് ഇതിനകത്ത് പെടില്ലേ? അത് ഔട്ട്സൈഡ് ബോറോയിങ് ഇതിനകത്ത് പെടില്ലേ? ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കാൻ 80% കടം വാങ്ങുന്ന കേരളവും 18% മാത്രം കടം വാങ്ങി ശമ്പളവും പലിശയും കൊടുക്കുന്ന രാജ്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വാങ്ങുന്നതും തുല്യമാണ് എന്ന് പറയുന്നത് ആർക്കാണ്? അല്ല, ചോദിച്ചോളൂ. എന്താ AAA ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? കേട്ടില്ല. S&Pയും ഫിച്ചും BBB ആണ് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. മൂഡീസ് Baa3, അതായത് ലോവസ്റ്റ് ഗ്രേഡ് ആണ്. ഏതായാലും KSRTC പോലെ അല്ലല്ലോ ബ്രിട്ടാസ്. KSRTC പോലെ താങ്കൾ സമ്മതിച്ചു. ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. KSRTC അല്ലല്ലോ. അല്ല, നമ്മളിപ്പോ സംസാരിക്കുന്നത് എന്താണ്? കേന്ദ്രത്തിന് കടമെടുക്കാനുള്ള പരിധി എത്ര, കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി എത്ര, ഇത് രണ്ടും ഒരു നിയമം കൊണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ നിയമം ബാധകമല്ല എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ പോകുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും 3% ചുരുക്കണം എന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നു. നമ്മൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. നോക്കൂ, കേരളത്തിൻ്റെ റേറ്റിംഗിൻ്റെക്കാളും വളരെ താഴെയാണ് കേന്ദ്രത്തിൻ്റെ റേറ്റിംഗ്. മൂഡീസ് അത് വായ്പ നൽകുന്ന എല്ലാ രാജ്യങ്ങളുടെയും, മൂഡീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളുടെയും റേറ്റിംഗിൽ ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് നൽകിയിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിനാണ്, കേന്ദ്ര സർക്കാരിനാണ്. ശരി, ഇനി പറയാൻ സമ്മതിക്കോ നിങ്ങൾ? ഇനി ഈ കടം താങ്കൾ പറഞ്ഞത് ശരിയാ. ഞാൻ തിരിച്ചു ചോദിക്കും, ഇന്ത്യ രാജ്യത്തിൻ്റെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട മറ്റു ചില കണക്കുകളും കൂടി ഉണ്ട് നികേഷേ. $645 ബില്യൺ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം. $624 $645 ശേഖരം. $624 ഇന്ത്യയുടെ വിദേശ കടം. അതൊക്കെ ഈ മോദിയുടെ GDP-യുടെ 18. അതാ നിങ്ങൾ നികാഷ, ഞാനൊന്ന് പറഞ്ഞോട്ടെന്നേ, എൻ്റെ കയ്യിൽ വസ്തുതയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്ത്. കോൺഗ്രസ് ഭരിച്ച കാലത്ത് 28% ശരിയാണോ? മൻമോഹൻ സിംഗിന്റെ കാലത്ത് 24% ഉണ്ടായിരുന്നു. വാജ്പേയിയുടെ കാലത്ത് ഇത് 17% കുറച്ചു. വീണ്ടും കോൺഗ്രസ് വന്നു, ഇത് വീണ്ടും വർദ്ധിച്ചു. ഈ ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. താരതമ്യം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? കഴിഞ്ഞ കാലത്തെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ, ഈ കാലഘട്ടത്തെ പ്രവർത്തനങ്ങൾ മെല്ലെ കുറച്ചു തീർന്നില്ല. സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ കടപരിധി. സുപ്രീം കോടതി വിധിച്ചോട്ടെ, അനുസരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരല്ലേ.
പ്രതീക്ഷ ഉണ്ടോ നികേഷിന് അവിടെ സുപ്രീം കോടതി പറയും ഇങ്ങനെ തോന്നിയമാതിരി അല്ല കടമെടുക്കാൻ? പ്രതീക്ഷ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും കടം എനിക്കറിയില്ലല്ലോ. ശമ്പളം അതൊക്കെ കൊടുക്കാൻ കോടതി പറ്റുമോ തീരുമാനിക്കാൻ എന്ന് പോകുന്ന കാര്യങ്ങളല്ലേ. ഏതായാലും നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കോടതി അതിനകത്ത് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഒരു കാര്യം ശരിയല്ലേ നികേഷേ, സമരം ഇപ്പോ സുപ്രീം ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമുണ്ട്. 18% ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കുന്ന കേന്ദ്രം കടമെടുക്കുന്നതും ആ കടമെടുക്കുന്ന പണം വികസന പ്രവർത്തന ഉൽപാദന മേഖല നിലവിളിക്കുന്നതും ശമ്പളം, പെൻഷൻ, പലിശ ഇവിടെയും ഉൽപാദന മേഖലയിലേക്ക് തന്നെയാണ് കടമെടുക്കുന്ന തുക ചെലവഴിക്കുന്നത്. ശരി, നമുക്ക് സമയക്കുറവുണ്ട്. ശ്രീ സി പി ജോൺ, നമുക്ക് എന്താണ് രാജ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു വീക്ഷണം താങ്കൾക്കുണ്ടല്ലോ. നമുക്ക് ക്ഷേത്രം മതി, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്യാൻവാബി പള്ളി പൊളിച്ചാൽ മതി എന്നുള്ള നിലയിൽ ആളുകൾ അവരുടെ ആസ്പിറേഷൻ മാറ്റിവെക്കുകയാണോ? അതിൽ നിന്നുള്ള കോൺഫിഡൻസ് ആണോ കേന്ദ്ര സർക്കാരിന്? ഇന്നിപ്പോ ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. സി പി ജോണിനോടാണ് ഏതാണ്ട് 60 രാജ്യങ്ങളിൽ, അതെ അതെ, ഏതാണ്ട് 60 രാജ്യങ്ങളിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. UK-യിലാണെങ്കിലും പിന്നെ അമേരിക്കയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഒക്കെ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഇപ്പം ഇത്തരത്തിലുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു റൈറ്റ് വിങ് സർജ് കാണുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എന്നോട് തന്നെ ഞാൻ വാദപ്രതിവാദം ചെയ്യുന്ന പോലെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാപിറ്റലിസം ഓൺ ദ റൈസ് ആൻഡ് ക്യാപിറ്റലിസം ഇൻ ദ ക്രൈസിസ്. ഇത്തരം ഘട്ടങ്ങളിൽ വലതുപക്ഷത്തേക്ക് പോവുക എന്നതാണ് ബൈ ഡിഫോൾട്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റിൻ്റെ ഏക മാർഗം. നമുക്കൊരു തെറ്റിദ്ധാരണ ഈ 47-ന് ശേഷം പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. ഒരു പ്രോഗ്രസീവ് ക്യാപിറ്റലിസം ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നാഷണലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റുകളുണ്ട് എന്നൊക്കെയുള്ള നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ലോകത്തെ തെരഞ്ഞെടുപ്പ് സിനാറിയോ രാജ്യങ്ങളിൽ നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് അവരെല്ലാവരും തന്നെ ഒരു റൈറ്റ് വിങ് അപ്രോച്ചിലേക്ക് പോവുകയും അതാത് രാജ്യങ്ങളിലെ മെജോറിറ്റേറിയൻ സ്റ്റേറ്റുകളായിട്ട് അവർ സ്വയം പരിണമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും ആ പാതയിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് പോകുന്നത്. പക്ഷേ BJPയെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് 2-3 വർഷമായിട്ട് അതിൽ നിന്ന് അവർ മാറി നടക്കുകയാണോ എന്നെനിക്കൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ തിരക്ക് പിടിച്ച രാമജന്മഭൂമി അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രോദ്ഘാടനത്തോടു കൂടി ഒരു രാഷ്ട്രദൈവത്തെ സൃഷ്ടിക്കുക എന്നത് അടിസ്ഥാനപരമായി ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പ്രീ റിക്വിസിറ്റാണ്. അപ്പോൾ ആദ്യം രാഷ്ട്രദൈവം ഉണ്ടാവണം. ഇപ്പോൾ റഷ്യയിൽ പോലും സെൻറ്റ് ജോർജ് പുണ്യവാളനാണ് അവരുടെ ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ. അതുതന്നെയാണ് UK-യിൽ പണ്ട് തൊട്ട് സെൻറ്റ് ജോർജാണ്. അതുപോലെ സെയിൻറ്റ് മേരി ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ സെയിൻറ്റുകൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള ഗാർഡിയൻ ഏഞ്ചലുകൾ ഉണ്ടാക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്നത് ശ്രീരാമനാണ്. അപ്പോൾ ഒരു രാഷ്ട്രദൈവമായി. ഇനി മതരാഷ്ട്രം ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമാണ്. ഇത് ഫ്യൂഡലിസത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ഇത് ക്യാപിറ്റലിസം ഇൻ ക്രൈസിസ്. അവരതിനെ മറികടക്കാൻ തെരഞ്ഞെടുപ്പുകളടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ട്രിക്കാണ്. ആ ട്രിക്കിൽ നല്ല പോലെ BJP നല്ല ഗ്രഹപാഠം ചെയ്യുകയും പണ്ട് തൊട്ടേ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ മാത്രം എക്സ്പീരിയൻസ് ഉള്ളൊരു പാർട്ടിയാണ്. അവരതിലേക്ക് പോവുകയാണ്. പക്ഷേ ഒറ്റ കാര്യം ഞാൻ അവരെ കോഷൻ ചെയ്യുന്നു, അവർ ഇത് മാത്രം മതി, ബജറ്റും വേണ്ട, ആനുകൂല്യം വേണ്ട, തൊഴിലുറപ്പ് പദ്ധതിയും വേണ്ട, ഒന്നും വേണ്ട, ഈ ഒറ്റ ചീട്ട്, ഈ ഗുലാൻ, തുരുപ്പ് ഗുലാൻ ഇതാണ്, ഇട്ട് വെട്ടിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 28 കളിക്കുന്ന സമയത്ത് അവസാനത്തെ കളിയിൽ തുരുപ്പ് ഗുലാൻ മേശപ്പുറത്ത് വെച്ച് എല്ലാവരും കൈയിട്ടോ, കളി കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ ഇരിക്കുകയാണ് മോഡി. പക്ഷേ ഇത് 28 ചീട്ട് കളിയല്ല. ഇങ്ങനെ ഇരുന്നതാണ് ഇന്ദിരാഗാന്ധി ഒരു കാലം. എല്ലാം ഭദ്രമാണെന്ന് കരുതി. പക്ഷേ എല്ലാം ഭദ്രമല്ല. അത് ആവർത്തിച്ച് പറയുമ്പോഴും സി പി ജോൺ, ഒന്ന് ജോൺ ബ്രിട്ടാസിലോട്ട്. ജോൺ ബ്രിട്ടാസിന്റെ സമയം കഴിഞ്ഞു എങ്കിൽ പോലും ഒരു 30 സെക്കൻഡ് നോക്കൂ. ഒരു പൊളിഞ്ഞ ട്രൂപ്പായി പ്രതിപക്ഷം മാറിയതാണ് മറ്റൊരു, അതായത് രാമക്ഷേത്ര നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും ഗ്യാൻവാബി പള്ളിയിലെ സ്റ്റിക്കർ ഒട്ടിച്ചതും അതിനപ്പുറത്തേക്ക് എതിർപക്ഷം പൊളിഞ്ഞുപോയി എന്നുള്ളത് കൂടി ഈ കോൺഫിഡൻസിൻ്റെ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീ ജോൺ ബ്രിട്ടാസ്. നികേഷ്, ഞാൻ 1 മിനിറ്റ് താഴെ എടുക്കുള്ളൂ. അതായത് ഇവർക്ക് അത്ര ഉറപ്പ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ ധ്രുവീകരണ രാഷ്ട്രീയവുമായിട്ട്, ഈ വർഗീയ നിലപാടുമായിട്ട് ഇവർ രംഗത്തേക്ക് വരുന്നത്?
എന്തിനാണ് യഥാർത്ഥത്തിൽ നാദൂർ റാം എന്ന് പറയുന്ന റാമിൻ്റെ ആൾക്കാരായിട്ടുള്ള ഇവർ ഈ പറഞ്ഞ റാമിൻ്റെ ഇപ്പോഴും താങ്കളല്ലേ മുന്നോട്ട് വെക്കാൻ എന്തിനാണ് ധ്രുവീകരണത്തിന് മുസ്ലിമിനെ വരുന്നത്? കടത്തിയത് ഇവർക്ക് തന്നെ സംശയമുണ്ട്. ഇവർക്ക് തന്നെ സംശയമുണ്ട്. ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ ശേഷമാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ് മൂക്കുകുത്തിപ്പോയത്. അതുകൊണ്ട് ഇവർക്ക് ഉറപ്പില്ലാത്ത അതുകൊണ്ടാണ് ഇപ്പോൾ ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനങ്ങളൊന്നായ ബീഹാറിൽ അവർ ആയാറാം കായാറാം പൊളിറ്റിക്സ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ജാർഖണ്ഡിൽ ഈ പൊളിറ്റിക്സ് കളിക്കുന്നത്. ഇവർക്ക് പഴയ പോലെ നില അത്ര ഭദ്രമല്ല എന്ന് ഇവർ തിരിച്ചറിയുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഇവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സർദാർ പട്ടേലൊക്കെ യഥാർത്ഥത്തിൽ ചവറ്റുകൊട്ടയിലെറിഞ്ഞ ശെങ്കോലും കിരീടവും സിംഹാസനമൊക്കെ തിരിച്ച് ജനാധിപത്യത്തിലേക്ക് ഇവർ തിരിച്ചാനയിക്കുമ്പോൾ എത്രത്തോളം അപമാനിക്കപ്പെടുന്നു നമ്മുടെ ജനാധിപത്യ പ്രക്രിയ. കഴിഞ്ഞ ദിവസം ദ്രൗപദി മുർമുവിനെ മുന്നിൽ നിർത്തിയിട്ട് ഇവർ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്യാൻ അവരെ കൊണ്ടുവന്നപ്പോൾ ഒരാൾ ഈ ശെങ്കോലും പിടിച്ച് മുന്നിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ചിഹ്നമാണോ ജയേന്ദ്രമാഷ ഈ ശെങ്കോൽ? ഉപേക്ഷിച്ച ഈ പഴയ നാടുവാഴ്ത്തിൻ്റെയും രാജവാഴ്ത്തിൻ്റെയും ചിഹ്നങ്ങളല്ലേ? അല്ല, ഈ നാടുവാഴ്ചയും ഏകാധിപത്യവും ഒക്കെ ബ്രിട്ടാസെ നിങ്ങൾ ഡൽഹിയിലായതുകൊണ്ട് കാണാത്തത് കൊണ്ടാണ് ഇവിടെ നടക്കുന്നതൊന്നും. താങ്കൾ ഒരുപക്ഷെ പറയുന്നത് കേരള പശ്ചാത്തലത്തിലാണോ എന്ന് ഞാൻ ഭയക്കുന്നു. ഞാൻ താങ്കളോട് ഒരു കാര്യം പറയട്ടെ. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ ബോധത്തിനുള്ള അത്ര നിസ്സാരമൊന്നും അല്ല ബ്രിട്ടാസെ. കിരീടവും ചെങ്കോലും കൊണ്ട് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ജനത ജനാധിപത്യ ബോധത്തിൽ ഉന്നതിയുള്ളതാണ്. അതുകൊണ്ടാണ് കാലം ചവറ്റുകൊട്ടയിലെറിഞ്ഞ ചെങ്കൊടി ഇവിടെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. ലോകത്തൊരിടത്തു പോലും ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലായി ഇന്ത്യയുടെ ഏകാധിപത്യത്തെ പോലും കഴിവെച്ച പ്രസ്ഥാനം. ഞാൻ ഒറ്റ കാര്യം ബ്രിട്ടാസിന് ഉറപ്പ് നൽകും. മോഡി ജനവിരുദ്ധനാണെങ്കിൽ, മോഡി ജനപക്ഷത്തിനെതിരാണെങ്കിൽ ഒരു സംശയവും വേണ്ട ബ്രിട്ടാസെ, അടുത്ത ബജറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കാം. നന്ദി സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.